വലിയ പ്രശ്നങ്ങൾ കോൺഗ്രസിനകത്ത് ഉരുണ്ടുകൂടുകയാണ്. പ്രധാനമായിട്ട് കെ സുധാകരൻ ഇടഞ്ഞു നിൽക്കുകയാണ്. പാർട്ടി വിടുമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കേരളത്തിൽ കോൺഗ്രസിൻ്റെ സമ്മന്നിതനായ നേതാവാണല്ലോ സുധാകരൻ. KPCC പ്രസിഡൻ്റായിരുന്നു, ഇപ്പോൾ പാർലമെൻറ്റിൽ അംഗമാണ്. സുധാകരൻ മാത്രമാണ് കേരളത്തിൽ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നില്ല. പക്ഷേ വിട്ടുപോകുന്നവരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള അവരുടെ നേതാവാണ് സുധാകരൻ. സുധാകരൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി കണ്ണൂരിൽ മത്സരിക്കണം എന്നുള്ള ഒരു പാർലമെൻ്ററി വ്യാമോഹവുമായിട്ട് നടക്കുകയാണ്. സുധാകരനെ തള്ളിപ്പറയാനുള്ള ധൈര്യം കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഇവിടെ കേരളത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു പോയിട്ടുള്ള ഒരു പാർലമെൻറ്റ് മെമ്പർ ഇങ്ങനെ വീണ്ടും മത്സരിക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചാൽ സാധാരണ രീതിയിൽ എന്ത് ചെയ്യണം? അത് ഇവിടെ തന്നെ ചർച്ച ചെയ്ത് അതിനൊരു തീരുമാനമെടുക്കാനുള്ള ശേഷിയില്ലാത്ത, അതിനുള്ള ഒരു ആർജവമില്ലാത്ത ഒരു KPCC പ്രസിഡൻറ്റും ഒരു പ്രതിപക്ഷ നേതാക്കളുമാണ് കേരളത്തിലുള്ളത്. അതല്ലായിരുന്നു, അതവരുടെ കഴിവുകേടാണ്. സുധാകരൻ അങ്ങനെ പാർട്ടി വിടാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നത് ഒരു നിമിഷത്തെ തീരുമാനമല്ല. അപ്പോൾ കഴിവുകെട്ട ഒരു നേതൃത്വമാണ് കേരളത്തിൽ കോൺഗ്രസ്സിനുള്ളത് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഈ പലായനത്തെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടത്. പിന്നെ കോൺഗ്രസ് ഇനി നേരിടാൻ പോകുന്ന അതിഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധി, കേരളത്തിൽ അവരുടെ പതനം ഒരുപക്ഷെ മറ്റ് പല സ്റ്റേറ്റുകളിലും കാണുന്നത് പോലെ ആയി പോകാനുള്ള സാധ്യതയാണ്. കാരണം ഇത് ഒരു സുധാകരനിൽ മാത്രം ഈ ഒരു മോഹം ഒതുങ്ങി നിൽക്കുന്നതല്ല. കേരളത്തിൽ നിരവധി, ഇപ്പോൾ പെരുമ്പാവൂർ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. മറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള സ്ഥാനാർത്ഥി മോഹികളുടെ എണ്ണം കൊണ്ട് പൊറുതിമുട്ടിയ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഉള്ളത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മണിക്കൂറുകളോളം നമ്മൾ മീഡിയകളിലൊക്കെ കണ്ടു. എത്ര മണിക്കൂറുകളാണ് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്താൻ പറ്റാത്ത ഗതികെട്ട ഒരവസ്ഥയിലേക്ക് ഈ രാജ്യം ദീർഘകാലം ഭരിച്ച കോൺഗ്രസ് എത്തി എന്ന് പറയുമ്പോൾ ദേശീയ നേതൃത്വവും അതിനൊത്ത ഒരു സംസ്ഥാന നേതൃത്വവും കഴിവുകേടിൻ്റെ ഒരു പര്യായം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. കാരണം ഒരു കാര്യവും കൂടി പറഞ്ഞിട്ട്, കാരണം പാർലമെൻറ്റ് നമ്മുടെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് ദിവസങ്ങളായി. 15-ാം തീയതി പ്രഖ്യാപിച്ചതാണ്. 15-ാം തീയതി കടുത്ത് പ്രഖ്യാപിക്കും എന്നുള്ളത് കേരളത്തിലുള്ള ഒരുവിധം എല്ലാവർക്കും അറിയാം. ശരി, അവർക്ക് 2-3 ദിവസം മുമ്പ് ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ചതുപോലെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു, എല്ലാ ഘടകകക്ഷികളെയും പ്രഖ്യാപിച്ചു. ഇനി ഞങ്ങളതുപോലെ അത്രയൊന്നും കഴിവില്ലെങ്കിൽ പോലും പിന്നീടുള്ള ദിവസങ്ങളിൽ അവർക്ക് പ്രഖ്യാപിക്കണ്ടേ? അതല്ലേ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയിൽ നിന്ന് ഇനിയിപ്പോൾ എത്രയാണ് അവർക്ക് ദിവസമുള്ളത്? ഇന്നിപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞിട്ടില്ല. ഇന്ന് കഴിഞ്ഞാൽ നാളെ ശനിയാഴ്ചയല്ലേ, മറ്റന്നാൾ ഞായറാഴ്ചയാണ്. 23-ാം തീയതി 4 മണി വരെയാണ് ഇതിനുള്ള സമയമുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ നേരിടാൻ പോകുന്നത് അവർക്ക് മാത്രമേ അറിയൂ. ഇത് കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പതനം. ഈ പതനത്തിൽ നിന്ന് BJP മുതലെടുക്കാനാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ ശ്രമമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അത് നിരവധി പ്രാവശ്യം, അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. എന്താ പറയേണ്ടത്, മുൻപ് തന്നെ പലവട്ടം BJPയോടുള്ള ആ ഉള്ളിലുള്ള ഒരു വലിയ മമത, BJPയോടും RSSനോടുമുള്ള മമത സുധാകരന് ഇതിനു മുൻപ് തന്നെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചുള്ളതാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ BJP ക്ഷണിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായും ഇനി ഒരു സുധാകരൻ മാത്രമല്ല, വടക്കേ ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ കാണുന്നത് പോലെ, ഇന്നത്തെ ഇന്ത്യൻ പാർലമെൻറ്റിൽ കാണുന്നത് പോലെ, മുൻപ് കോൺഗ്രസ്സായി പ്രവർത്തിച്ചിരുന്ന നിരവധി നേതാക്കന്മാർ BJPയിൽ പോയതുപോലെ കേരളത്തിലും കോൺഗ്രസിന് വാതിൽ തുറന്നിട്ട് കൊടുക്കുകയാണ്, BJPക്ക് തുറന്നിട്ട് കൊടുക്കുകയാണ് കോൺഗ്രസ്സുകാർ ചെയ്യുന്നത്. ഇത് ഈ കേരളത്തോട്, മതനിരപേക്ഷ കേരളത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ കടുത്ത ക്രൂരതയാണെന്ന് മാത്രമേ ഞാൻ പറയാൻ. ഒരു നിര നേതാക്കൾ, കെ സുധാകരൻ മാത്രമല്ല, പല നേതാക്കന്മാരും MP മാരായിരിക്കെ തന്നെ MLA മത്സരിക്കുന്ന സാഹചര്യമൊക്കെയാണ് ഉണ്ടാകുന്നത്.
അതാണ് അടൂർ പ്രകാശ് യു ഡി എഫിൻ്റെ കൺവീനറല്ലേ അടൂർ പ്രകാശ്. യു ഡി എഫ് കൺവീനറായ അടൂർ പ്രകാശ് ഉൾപ്പെടെ, സുധാകരൻ ഉൾപ്പെടെ, എം കെ രാഘവൻ ഉൾപ്പെടെ, മറ്റു ചില പേരും പറയുന്നത് കേട്ടു. അങ്ങനെ നിരവധി എം പിമാർ വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു പോയവരാണ്. ഈ കേരളത്തിലെ വോട്ട് ചെയ്ത വോട്ടർമാരോടുള്ള വഞ്ചനയല്ലേ ഇത്? ഞാൻ പാർലമെൻറ്റിലും മത്സരിക്കണം, നിയമസഭയിലും മത്സരിക്കണം, ഇനി മറ്റൊരു തെരഞ്ഞെടുപ്പ് വന്നാൽ അതിലും മത്സരിക്കണം എന്നൊക്കെ പറയുന്നത് എൻ്റെ ഒന്നിച്ചു നിൽക്കുന്ന സഹപ്രവർത്തകൻ മത്സരിക്കണം എന്നല്ലല്ലോ അവർ പറയുന്നത്. അതിന് പകരം ഈ തരത്തിലുള്ള പാർലമെൻ്ററി വ്യാമോഹം കോൺഗ്രസിനെ അങ്ങേറ്റം പിടികൂടി മലീമസമായിരിക്കുകയാണ് ഇവരുടെ രാഷ്ട്രീയ നേതൃത്വം. വളരെ വളരെ അങ്ങേറ്റം എന്താ പറയുക, ഇവരുടെ ഒരു പതനത്തിൽ നമുക്ക് അനുശോചിക്കുക എന്ന് മാത്രമേ പറയാൻ കഴിയൂ. അത്രമാത്രം വലിയ പതനമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതെല്ലാം വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി, പ്രവർത്തനം തുടങ്ങി. ഇപ്പം നമ്മുടെ മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ്, മുൻ മന്ത്രിയായിരുന്ന നമ്മുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി സഖാവ് കേളു ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിനകത്ത് അത്യുജ്വലമായ ഒരു വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടും. അത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, എൽ ഡി എഫ് അല്ലാതെ മറ്റാരും. ഈ കോൺഗ്രസിന്റെ അവസാന നിമിഷത്തെ ഈ പ്രശ്നങ്ങളൊക്കെ LDFന്റെ ആത്മവിശ്വാസം ഒന്നുകൂടി കൂട്ടിയോ മൂന്നാം സർക്കാരിന്? ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഇതൊന്നും കണ്ടിട്ടല്ല എൽ ഡി എഫിന് സ്വയം തന്നെ ഒരു ആത്മവിശ്വാസമുണ്ട്. കാരണം മൂന്നാം വട്ടവും LDF വരും. അതിനും മാത്രം ഈ സംസ്ഥാനത്ത് സമാനതകളില്ലാത്ത വികസനവും അതുപോലെ ജനക്ഷേമ പ്രവർത്തനങ്ങളും നടപ്പിലാക്കിയ ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ഈ ഗവൺമെൻറ്റിന് മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്ന ആത്മവിശ്വാസവും ജനങ്ങൾക്കും അങ്ങനെ ഒരു പ്രതീക്ഷയും ആഗ്രഹവുമാണ് ഉള്ളത് എന്നാണ് നമുക്ക് ഫീൽഡിൽ അല്ല, ഞാൻ അത് നിഷേധിക്കുന്നൊന്നുമില്ല. കാരണം പാർട്ടി പറഞ്ഞിട്ടുണ്ട്, പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മറ്റേ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിലുള്ള പാർലമെൻ്ററി വ്യാമോഹം വെച്ച് പുലർത്തുന്നവർ പ്രധാനമായും അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ താല്പര്യമുണ്ടാവാം. അങ്ങനെ മത്സരിക്കണം എന്നുള്ള ആഗ്രഹം തദ്ദേശ സേവന സ്ഥാപനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, നിയമസഭകളിലോ പാർലമെൻറ്റിലോ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ താൻ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ താല്പര്യത്തിന് മുകളിലായി തൻ്റെ സ്വന്തം താല്പര്യം ഉയർന്നു വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ ഉണ്ടാകുന്നത്. അത് അപ്പം തന്നെ മുളയിലെ നുള്ളിക്കളയുക എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല. അതൊന്നും കാര്യമായിട്ടൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ബാധിക്കത്തക്ക വിധത്തിൽ വരുന്നുമില്ല. പക്ഷേ TK ഗോവിന്ദൻ അതുപോലെ തന്നെ കുഞ്ഞികൃഷ്ണനൊക്കെ വന്നിട്ട് അസാധാരണമായ സാഹചര്യങ്ങൾ കണ്ണൂരിലെ രാഷ്ട്രീയത്തിനകത്ത് ഉണ്ടാകുന്നില്ലേ? അത് യഥാർത്ഥത്തിൽ കരുതിയതാണോ ഇത്തരം ഒരു പ്രശ്നങ്ങളിലേക്ക് ഗുരുതരമായ ആരോപണം? കണ്ണൂരിൽ പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ്റെ ഒന്നിച്ച് ഒരു അനുഭാവി പോലും പോകാനുണ്ടായില്ല. അതല്ലേ നമ്മൾ എന്തോ ഭയങ്കരമായിട്ട് അപ്പോൾ ഉള്ളിൽ കുറേ കാലമായി ഈ ഒരു മത്സരിക്കണം ഉയർന്നു വരണം എന്നുള്ള ആഗ്രഹം. പിന്നെ മധുവിനെ മാറ്റിയാലേ ശരിയാവുള്ളൂ. അതുകൊണ്ട് എന്താ കുഞ്ഞികൃഷ്ണൻ ചെയ്തത്? മറ്റുള്ളവരുമായി കൂട്ടുപിടിച്ചു. ഇപ്പോൾ പ്രഖ്യാപിച്ച ഉടനെ പറയുന്ന UDFന് പിന്തുണ നേടും. എന്ത് കമ്മ്യൂണിസ്റ്റായത്? എന്നാൽ പിന്നെ മാറി അങ്ങ് നിന്നാൽ പോരെ? അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് TK ഗോവിന്ദൻ മാഷായാലും മാറി നിന്നാൽ പോരെ? നിങ്ങൾ കമ്മ്യൂണിസ്റ്റാണെന്ന് പറയുക, എന്നിട്ട് ഭൂരിപക്ഷ അഭിപ്രായം മാനിക്കാതെ താൻ തന്നെ മത്സരിച്ചാലേ ശരിയാവുള്ളൂ എന്നുള്ള ആ ഒരു നിലപാട് എന്ന് പറയുന്നത് എന്താണ്? പാർട്ടിയേക്കാൾ വലുത് ഞാനാണ്, ഞാൻ നിന്നാൽ ജയിക്കും എന്ന അഹം ഞാൻ എന്നുള്ള ഒരു അഹംഭാവമാണ്. അത് ഈ ഞങ്ങളുടേതുപോലുള്ള ഒരു പാർട്ടിയിൽ ഒരിക്കലും നടക്കാവുന്ന കാര്യമല്ല. ജനാധിപത്യവും ഭൂരിപക്ഷ അഭിപ്രായവും മാനിച്ചുകൊണ്ട് ഉള്ള ഒരു രീതിയാണ് ഞങ്ങളുടെ പാർട്ടിയിൽ എന്നും ഉള്ളത്. പോകുന്നവർ പോകുക എന്ന ഒരൊറ്റ കുട്ടി കണ്ണൂരിലോ തളിപ്പറമ്പിലോ ഈ വ്യക്തികൾ ഒന്നിച്ച് പോയതായിട്ട് ഞാൻ ഈ നിമിഷം വരെ ഒരു കുട്ടിയും അങ്ങനെ പറഞ്ഞതായിട്ടോ പോയിട്ടില്ല, ആരും പോയിട്ടുമില്ല, പോവുകയില്ല. ആദ്യം ഈ അവനവൻ്റെ ഒരു മുറം വെച്ചിട്ട് മറ്റുള്ളവൻ്റെ കാമുറം പറയുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഈ VD സതീശൻ ഇനി അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനാർത്ഥികളെയല്ലൊന്ന് ഈ ഇത് കൊടുക്കുന്നതിന് മുമ്പ്, അതായത് നമ്മുടെ നോമിനേഷൻ കൊടുക്കുമല്ലോ, ഈ നോമിനേഷൻ കൊടുക്കുന്നതിന് മുൻപ് അവരുടെ 95 സ്ഥാനാർത്ഥികളെ ഒന്ന് പ്രഖ്യാപിച്ച് കണ്ടാൽ അത് നമുക്ക് സന്തോഷമുണ്ട്. കാരണം പ്രഖ്യാപിക്കാൻ കഴിയുമോ എന്നുള്ള സംശയത്തിലാണ് അവരുള്ളത്. അപ്പോഴാണ് ഞങ്ങളെ സംബന്ധിച്ച് ഒരു വേവലാതി ആർക്കും വേണ്ട. ഈ പോയവരുടെ കൂട്ടത്തിൽ ഒരാളെങ്കിലും പോയി എന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല. ഞങ്ങൾക്കതിനെ സംബന്ധിച്ച് ആശങ്കയില്ല. വലിയ ഭൂരിപക്ഷത്തോടുകൂടി കണ്ടോളൂ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ മൂന്നാം വട്ടവും തിരഞ്ഞെടുക്കപ്പെടും.
നമ്മുടെ പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വരുന്നത്.